അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് പേർ ചോദിച്ച പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഖുർആൻ ഓതാൻ കഴിയുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. കുഞ്ഞുമക്കൾക്ക് പൊതുവെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ട്. ഉറക്കത്തിൽ ഞെട്ടിത്തെറിക്കുക, ഉറക്കത്തിൽ പേടിച്ച് കരയുക, അതുപോലെ തന്നെ ഉറക്കത്തിൽ പല്ല് കടിക്കുക, ഉറക്കമില്ലായ്മ, അമിതമായ കരച്ചിൽ, മുല കുടിക്കാതിരിക്കുക, പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ടോ മറ്റുള്ളവരുടെ കണ്ണേറുകൊണ്ടോ ഇത്തരം പ്രയാസങ്ങൾ കുഞ്ഞുമക്കൾക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുട്ടികളെയും പടച്ച റബ്ബ് കാക്കട്ടെ, ആമീൻ. ഇത്തരം അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മരുന്ന് കിട്ടില്ല. ഇതിന് ഖുർആനിക ചികിത്സ തന്നെ വേണ്ടിവരും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആത്മീയ ചികിത്സ തന്നെ നടത്തേണ്ടി വരും. പറഞ്ഞു വന്നത്, കുട്ടികൾക്ക് ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടി കുട്ടി സുഖമായി ഉറങ്ങാൻ ഒരു മാർഗം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കറുത്ത ചരടോ നൂലോ എടുക്കുക, കറുത്ത ചരടോ നൂലോ എടുക്കുക എന്നതിന് ശേഷം സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ ആയത്ത് ഓതുമ്പോൾ ബിസ്മി ചൊല്ലരുത്, അഊദു കൊണ്ട് തുടങ്ങുക. ഈ ആയത്ത് 3 തവണ ഓതി നിങ്ങൾ എടുത്തു വെച്ച ആ ചരടിലേക്കോ നൂലിലേക്കോ മന്ത്രിച്ച് ഊതുക. ശേഷം സൂറത്തുൽ കഹ്ഫിലെ 10ാമത്തെ ആയത്ത് ഓതുക. ഇത് അവൽ ഫിതിയതു ഇലൽ കാഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഈ ആയത്ത് 7 തവണ ഓതി ചരടിലേക്ക് മന്ത്രിക്കുക. ശേഷം സൂറത്തു ത്വാഹയിലെ 108ാമത്തെ വചനം വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. ഈ സൂറത്തും 7 തവണ ഓതി ചരടിൽ മന്ത്രിക്കുക. ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തും 3 തവണ ഓതി ചരടിലേക്ക് മന്ത്രിക്കുക. ശേഷം സൂറത്തുൽ ഫലക് ഓതുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ സൂറത്ത് 3 തവണ ഓതി ചരടിലേക്ക് മന്ത്രിക്കുക. അവസാനമായിട്ട് സൂറത്തു നാസ് ഓതുക. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ്. ഈ സൂറത്തും 3 തവണ ഊതി ചരടിൽ മന്ത്രിച്ച് ആ ചരട് കുട്ടിയുടെ കഴുത്തിലോ അതുപോലെ കയ്യിലോ കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ മേൽപ്പറഞ്ഞ സൂറത്തുകൾ ഓതി കുട്ടിയുടെ ശരീരത്തിൽ കെട്ടിക്കൊടുത്താൽ കുട്ടിയുടെ എല്ലാ വിഷമങ്ങളും മാറി കുട്ടി നല്ല സുഖമായി ഉറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ അറിവുകൾ പഠിക്കാനും അതുപോലെ അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.